പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഉള്ള വചനഭാഗം മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29-ാം വാക്യം: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നു. ആ രണ്ട് വാക്യങ്ങളിലും ആശ്വാസം എന്ന് പറയുന്ന പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വാക്യത്തിൽ ശാരീരികമായ കഷ്ടം അനുഭവിക്കുന്നവർ, അധ്വാന നിമിത്തം, അമിതമായ ഭാരം ചുമക്കുന്ന നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന പലരുണ്ട്. സ്തോത്രം. അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. രണ്ടാമത്തതിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവീൻ. Take my yoke upon you and learn from me, for I am gentle and humble in heart. You will find rest for your souls. ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നു. രണ്ടിടത്തും ആശ്വാസം എന്നുള്ള പദം രേഖപ്പെടുത്തിയത് കൊണ്ട് കർത്താവ് നമ്മുടെ ആത്മമണ്ഡലത്തിലും മാത്രമല്ല ശാരീരിക മണ്ഡലത്തിലും ആശ്വാസം തരുവാൻ വിശ്വസ്തനാണ്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ പല മേഖലകളുണ്ടെങ്കിലും കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്, സ്ഥിരമായിട്ടുള്ളൊരു ആശ്വാസം ദൈവസന്നിധിയിലുണ്ട്, സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനം ദൈവസന്നിധിയിലുണ്ട്. കർത്താവ് അത് തെളിയിച്ചു കൊടുത്തത് ഒന്നാമത്തെ തെളിവായിട്ട് കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ കാലഘട്ടത്തിൽ കാനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും പങ്കെടുത്ത ആ ശുശ്രൂഷയിൽ വീഞ്ഞ് തീർന്നുപോയി. ആ വീട്ടുകാരൊക്കെ നമുക്കറിയാം, ഒരു കല്യാണ വിരുന്നിൽ ഒരു മുഖ്യമായ ഒരു ആഹാര പദാർത്ഥം തീർന്നു പോയെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കും, എന്തുമാത്രം ഭാരം അനുഭവിക്കും. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനായി കാണും. ആ ടെൻഷന്റെ നടുവിൽ അവരിങ്ങനെ പരക്കം പാഞ്ഞു കാണും. അടക്കം പറഞ്ഞു, ഇനി എങ്ങനെയായി പരിഹാരം ഉണ്ടാകുന്നത്? അങ്ങനെ യേശു കർത്താവിൻ്റെ അമ്മ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഈ വീഞ്ഞ് തീർന്നു പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാ കർത്താവ് പറഞ്ഞു. കർത്താവിന് ആ സിറ്റുവേഷനിൽ, അവരുടെ ആ പരിസ്ഥിതിയിൽ, അവരുടെ ഭാരത്തിന്റെ ഘട്ടത്തിൽ, അവരുടെ ആ ഞെരുക്കത്തിന്റെ ഘട്ടത്തിൽ ആ കുടുംബത്തോടും ആ സമൂഹത്തോടും ദയ തോന്നി, കരുണ തോന്നി. ശുശ്രൂഷക്കാരോട് പറഞ്ഞു, നിങ്ങൾ ആ കൽപാത്രങ്ങൾ എടുക്കുക, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞു. ശുശ്രൂഷക്കാരെല്ലാം ഹല്ലേലൂയ സ്തോത്രം, യേശു പറഞ്ഞതുപോലെ അനുസരിച്ചു. യേശു പറഞ്ഞതനുസരിച്ച് ശുശ്രൂഷക്കാര് കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. കർത്താവ് പറഞ്ഞു, അത് വാഴ്ത്തിയിട്ട് പറഞ്ഞു അത് കോരിക്കൊടുക്കാൻ പറഞ്ഞു. നമുക്കറിയാം, അവിടെ ഒരു അത്ഭുതം നടന്നു. അതുവരെ ഉണ്ടായതിനേക്കാട്ടിൽ ഏറ്റവും നല്ല വീഞ്ഞ് അവിടെ വിളമ്പാനിടയായിത്തീർന്നു. കർത്താവ് ഇതാണ്, ഒരു കാര്യം ചെയ്താൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ശാരീരികമോ മാനസികമോ സാമ്പത്തികമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ വീട് ഒരു കാനാവിലെ വീടായിത്തീരും. ആ കല്യാണ വീട് ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ നിരാശയുടെയും വീടായിരുന്നു. എന്നാൽ വളരെ ഞൊടി നേരത്തിനിടയിൽ അതിനെ ഒരു ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ വീടാക്കി മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞു. ആ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് ഈ ദൂത് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. നിങ്ങളുടെ വീടിനെ, നിരാശയുടെ വീടിനെ, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ വീടിനെ സന്തോഷത്തിൻ്റെ ഭവനമാക്കി മാറ്റുമെന്ന്
പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിശ്ചയം യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ കാണുന്ന കേൾക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആ നിരാശയുടെ, ദുഃഖത്തിന്റെ, ആ ഞെരുക്കത്തിന്റെ വീടിനെ വിശാലമാക്കി, കാനാവിലെ വീടാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.